ഞാനൊന്ന് തൃപ്പൂണിത്തുറയിലേക്ക് പോകുന്നു. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലാണല്ലോ ഇപ്പോൾ ഈ കേസിനാസ്പദമായിട്ടുള്ള പരാതി ഉയരുന്നത്. അതിൽ 40ഓളം ആനകളെയാണ് എഴുന്നള്ളിക്കുന്നതെങ്കിലും ഒരു പ്രേക്ഷകൻ ഇപ്പോൾ സുരേഷ് മേനൻ പറയുന്നത് 15ഓളം ആനകളെയാണ് പണ്ടുകാലത്ത് എഴുന്നള്ളിച്ചിരുന്നത്, ഇപ്പോൾ 40ഓളം ആയിട്ടുണ്ടാവാം എന്നാണ്. ലേബി സജീന്ദ്രൻ, ഗുഡ് മോർണിംഗ് ലേബി. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ക്ഷേത്ര സംരക്ഷണ സമിതിയൊക്കെ ഈ കോടതി വിധി അനുകൂലമാവണം, ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് കേട്ടിട്ടില്ല. ഇന്നിപ്പോൾ വാദം ഉച്ച കഴിഞ്ഞിട്ടും തുടരും. കോടതി ആ നിലപാടിൽ ഉറച്ചു നിന്നാൽ തൃപ്പൂണിത്തുറയിലെ ഈ ആഘോഷ പരിപാടികൾക്ക് മങ്ങലേൽക്കാനുള്ള സാധ്യതയുണ്ട്. അല്പം ആശങ്കയിലാണെന്ന് തോന്നുന്നു അല്ലേ ക്ഷേത്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഭാരവാഹികളും അതേപോലെ വിശ്വാസികളും? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആന എഴുന്നള്ളിപ്പിന് ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ വൃശ്ചികോത്സവം നാളെ കൊടിയേറുകയാണ്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വൃശ്ചികോത്സവത്തിൽ ഇതിന്റെ തൃക്കേട്ട പുറപ്പാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതിലാണ് 15 ആനകളുടെ എഴുന്നള്ളിപ്പ്. 15 ആനപ്പുറത്താണ് ഭഗവാൻ എഴുന്നള്ളുന്നത്. ഈ ഒരു ചടങ്ങിനാണ് ഇപ്പോൾ വിഘ്നം വരാൻ പോകുന്നത്. നമ്മുടെ ഒരു പ്രേക്ഷകന്റെ സംശയം ഉന്നയിച്ചതുപോലെയും നേരത്തെ ശ്യാം പറഞ്ഞതുപോലെയും അല്ല, ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ ഞാൻ അതിൽ നടത്തുകയാണ് ഡോക്ടർ അരുൺ. 40 ആനകളും ഒരുമിച്ചല്ല എഴുന്നള്ളത്. 15 ആനകളുടെ എഴുന്നള്ളത്താണ് പരമാവധി നടക്കുന്നത്. പല സമയങ്ങളിലായി 8 ദിവസം 40ഓളം ആനകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ തെറ്റിദ്ധാരണ വേണ്ട. ഏതായാലും ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഇതിന്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. സുരക്ഷിതമായി ഉത്സവം നടത്താനെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ആശങ്കകളൊന്നുമില്ലാതെ ഈ 15 ആനകളും ഒരുമിച്ച് നിർത്തി എഴുന്നള്ളിക്കാൻ പാകത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ട്? എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടാണ്. ഇന്ന് കോടതി വിധി ഇന്ന് വൈകുന്നേരം എന്തായിരിക്കും എന്നുള്ളൊരു ആശങ്ക മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ആനകൾക്കുള്ള സംരക്ഷണവും മേളം കേൾക്കാൻ വരുന്നവർക്കും ആനകളെ കാണാൻ വരുന്നവർക്കുള്ള സംരക്ഷണവും പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയത്. ആനകൾക്ക് നിങ്ങൾ നേരിട്ട് കണ്ടതാണ്. ആനകളുടെ പന്തലും തണലും എല്ലാം കൃത്യമായി തയ്യാറാക്കി കഴിഞ്ഞു. എന്താണ് നിങ്ങളുടെയൊക്കെ ആശങ്ക? എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഇതെല്ലാം മറക്കുന്ന 8 ദിവസങ്ങളാണ് നാളെ മുതൽ സമാഗതമാവുന്നത്. അത് തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ച് കുറച്ച് ആശങ്കയുണ്ട്. ഇപ്പൊ കേൾക്കുന്ന വാർത്തകളൊക്കെ ആ ആശങ്ക ബഹുമാനപ്പെട്ട നീതിപീഠം പരിശോധിക്കും, അതിന് അനുകൂലമായിട്ട് വരുത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ബേസിക്കലി ഒരു തൃപ്പൂണിത്തുറക്കാരിയാണ്. നമ്മുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്, അതായത് തൃപ്പൂണിത്തുറയുടെ ഉത്സവമാണ് നമ്മുടെ വൃശ്ചികോത്സവം എന്ന് പറയുന്നത്. 15 പഞ്ചാരിയാണ് ഇവിടെ 15 ആനപ്പുറത്ത് കൊട്ടിക്കയറുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അതൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ട് വളരെയധികം സങ്കടമുള്ള ഒരു കാര്യമാണ്. നീതിപീഠം തീർച്ചയായിട്ടും പുനഃപരിശോധിക്കട്ടെ എന്ന് പറയുന്നത്. തൃശ്ശൂരുകാരുടെ വികാരം പോലെയാണ് തൃപ്പൂണിത്തുറക്കാരുടെ വികാരം. ഞങ്ങൾ ശ്രീഹരിയെ നമ. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരാഴ്ചയാണിത്. ഞങ്ങളുടെ ഈ ഉത്സവം അത് ഞങ്ങൾക്ക് അങ്ങനെ പേടിയുണ്ട്. ഞങ്ങൾക്കത് സാധിച്ചു തരണമെന്ന് ഞങ്ങൾ കോടതിയോട് ദയനീയമായി അപേക്ഷിക്കുകയാണ്. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ഉത്സവം എന്ന് പറയുന്നത് തന്നെ ആനയില്ലാതെ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം ജനിച്ച കാലം തൊട്ട് തന്നെ ഇത്രയും ആനകൾ ഇവിടെ ഉള്ളതാണ്. അപ്പൊ അതിനകത്ത് ഒരാന പോലും കുറയാനായിട്ട് പറ്റില്ല. കാരണം ഇവിടെ ആന നമ്മൾ അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കോടതി ദയവായിട്ട് ഇത് പുനഃപരിശോധിക്കുന്നതാണ് പൂർണ്ണമായിട്ടും. ഇവിടെ ഇനിയിപ്പോ ഒരു പാട്ട് തന്നെ ഞാൻ പാടാണെങ്കിൽ 15 ആനകൾ അണിനിരന്നു എന്ന് തന്നെയാണ് പാട്ട് എഴുതിയേക്കുന്നത്. ഇനി അത് മാറ്റാൻ പറ്റുമോ നമുക്ക്? അപ്പൊ കാലങ്ങളായിട്ടുള്ള എല്ലാ ഭക്തരുടെയും ഒരു വലിയ ആഗ്രഹം തന്നെയാണ് ആനകൾ വേണമെന്നുള്ളത്. ഡോക്ടർ, അതിനകത്തൊരു ഭക്തിപരമായ ഇവരുടെ ഒരു വിശ്വാസം കൂടിയുണ്ട്. കാരണം ഇത് വില്ലുമംഗല സ്വാമിയാർ ഇവിടെ ദർശനം നടത്തിയ ദിവസമാണ് ഈ വൃശ്ചികോത്സവം ആഘോഷിക്കുന്നത്. അന്ന് ദർശനം നടത്തുന്ന സമയത്ത് അന്ന് വില്ലുമംഗല സ്വാമിയാർ ക്ഷേത്ര ശ്രീകോവിലകത്ത് കയറുമ്പോൾ ഭഗവാൻ അവിടെയില്ല, ഭഗവാൻ പുറത്ത് ആനകളോടൊപ്പം കളിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഐതിഹ്യം. ആ ഐതിഹ്യവും ആനകളുമായിട്ട് ഇത്രയും ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് ആചാരപ്രകാരം ക്ഷേത്രത്തിന് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഹൈക്കോടതി ഉത്തരവ് വന്നാൽ ഒരാനയ്ക്ക് 3 മീറ്റർ എന്ന അകലത്തിൽ 15 ആനകളെ നിർത്തുമ്പോൾ ചുരുങ്ങിയത് 45 മീറ്ററെങ്കിലും അകലം വേണം. അതിനുള്ള സ്ഥല സൗകര്യം നിലവിൽ ഈ തൃപ്പൂണിത്തുറയിലുണ്ടോ? അതാണ് ഇവർ പറയുന്ന മറുപടി. അതിനുള്ള സ്ഥല സൗകര്യമുണ്ട്. ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരം തന്നെ 15 ആനകളെ എഴുന്നള്ളിക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ഇവരുടെ അവകാശവാദം. അത് ഇന്ന് കോടതിയിൽ അറിയിക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ 40 ആനേനെ ഒരിക്കലും ഒരു പ്രാവശ്യം എഴുന്നള്ളിക്കുന്നില്ല. അതൊന്നും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 15 ആന മാത്രം വരണല്ലോ. 40 ആനയെന്ന് പറഞ്ഞാൽ വിശ്രമത്തിന് വേണ്ടിയുള്ളതാണ്.
എഴുന്നള്ളിക്കുമ്പോൾ ശരിക്കും ഒരേ സമയത്ത് 15 ആനകൾ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ മേള പ്രമാണിമാര് അവരൊരു 140 കലാകാരന്മാരെ അതിന്റെ ഫ്രണ്ടിൽ അണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്. അവർക്ക് വിശ്രമം കൊടുക്കാനായിട്ടും അപ്പൊ അറ്റ് എ ടൈം നമ്മൾ 15 ആനകൾ മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഏറ്റവും വലിയ സങ്കടമുള്ള ഒരു കാര്യമാണ് അത്. കോടതി പുനഃപരിശോധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ. മധ്യ കേരളത്തിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ശരിക്കും തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. രാവിലെയും വൈകുന്നേരവും 15 ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പുള്ള ഏക ഒരു അമ്പലവും നിലവിലെ നിബന്ധനകളോടുകൂടിയാണെങ്കിൽ നടക്കുമല്ലോ ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാ സംവിധാനങ്ങളും തൃപ്പൂണിത്തുറയിൽ ഉണ്ടെങ്കിൽ. ഡോക്ടർ അരുൺ, ഇവർ പറയുന്നത് നിബന്ധന ഹൈക്കോടതി നിബന്ധന പ്രകാരമാണെങ്കിലും 15 ആനകളുടെ എഴുന്നള്ളിപ്പ് നടത്താൻ തടസ്സമില്ല എന്നാണ് ഇവർ പറയുന്നത്. 15 ആന പുറത്ത് എഴുന്നള്ളിക്കാൻ നമ്മുടെ പന്തല് കണ്ടതാണല്ലോ. പന്തലില് ഈ പറഞ്ഞ മാർഗനിർദ്ദേശം അനുസരിച്ച് എഴുന്നള്ളിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. 3 മീറ്റർ അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അപ്പോൾ ഹൈക്കോടതി 15 ആനകൾക്ക് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡം പാലിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും പറ്റില്ല. അത് അപ്രായോഗികമാണ്. പൂർണ്ണത്രേശനെ സംബന്ധിച്ച് മാത്രമല്ല ഏത് ക്ഷേത്രത്തിലാണെങ്കിലും 45-50 മീറ്റർ ഒരു എഴുന്നള്ളിപ്പ് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ ഭംഗി എന്താണുള്ളത്? ഡോക്ടർ ഹൈക്കോടതി ഇപ്പോൾ വച്ചിരിക്കുന്ന മാർഗനിർദ്ദേശം അനുസരിച്ച് ഈ 3 മീറ്റർ അകലത്തിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ 15 ആനകളെ ഒരുമിച്ച് നിർത്താൻ പറ്റില്ല. അപ്പോൾ 5 ആനകൾക്ക് മാത്രമേ നിൽക്കാനുള്ള സ്പേസ് ഉള്ളൂ. അതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ വരുമ്പോൾ ഈ വിചാരിക്കുന്ന പോലെ ഈ ഉത്സവം നടക്കില്ല. 15 ആന എന്ന് പറയുന്നത് ഇവിടുത്തെ റിച്വലിന്റെ ഭാഗമാണ്. വില്ലുമംഗല സ്വാമിയാർ വന്ന് ദർശനം നടത്തിയതിന്റെ ചരിത്രമുണ്ട് ഇവിടെ. പുള്ളിയുടെ ഒരു കൃതിയുണ്ട്, ശ്രീകൃഷ്ണ കർണാമൃതം എന്ന് പറയുന്നത്. അത് എഴുതിയിട്ട് ഏകദേശം 800 വർഷമായി എന്ന് പറഞ്ഞു. അപ്പൊ 800 വർഷം മുമ്പ് തുടങ്ങിയ ഒരു റിച്വലാണിത്. അത് ആ ഒരു സംസ്കാരം ഉൾക്കൊള്ളുന്ന ആളുകളാണ് ഇവിടെയും ഈ പ്രദേശവും. അപ്പൊ ഉത്സവം എന്ന് പറയുന്ന മേഡം ഇത് അതല്ല പറയാം. ഇപ്പൊ ബൈക്കത്തപ്പന്റെ അടുത്ത് നടന്നില്ലേ, തൃപ്പയാറ് നടന്നില്ലേ, ആന എഴുന്നള്ളത്ത്. ഇത് ഭഗവാന്റെ അടുത്തിറങ്ങി 8 ദിവസം വൃശ്ചികോത്സവം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ജനങ്ങളുടെ ഉത്സവമാണിത്. തീർച്ചയായിട്ടും. ഓക്കെ ലേബി, എന്തായാലും അക്കാര്യത്തിൽ കോടതി അനുകൂലമായ ഒരു വിധി പറയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തൃപ്പൂണിത്തുറയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്പം ആശങ്കയേറ്റുന്നതാണ് കോടതിയുടെ ഈ വിധി. അതേസമയം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായിട്ടും പാലിച്ചിരിക്കണമെന്ന കാര്യത്തിലും സംശയമില്ല.